ഹലോ വെൽക്കം ബാക്ക്. നമുക്കെല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന തിരുനെൽവേലി ഹൽവയുടെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കാൻ പോണത്. അപ്പം കടയിൽ കിട്ടുന്ന അതേ ഒരു ടേസ്റ്റിൽ നമുക്ക് എങ്ങനെ വീട്ടിലുണ്ടാക്കാൻ പറ്റുന്നതാണ് ഇന്ന് കാണിക്കാൻ പോണത്. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസും എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളത് നമുക്ക് വീഡിയോയിൽ കാണാം. അതിനായിട്ട് ആദ്യം തന്നെ ഗോതമ്പ് മാവ് ഒരു 2 കപ്പ് എടുത്തിട്ടുണ്ട്. മാവ് എടുക്കുമ്പോൾ എപ്പോഴും ഇതുപോലത്തെ വലിയ ബൗളിലോ അല്ലെങ്കിൽ സ്റ്റീൽ പാത്രം ആയാലും മതി. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചാണ് വെക്കുന്നത്, അപ്പോൾ അത് കാരണം നമുക്ക് കുറച്ച് വലിയ പാത്രമായിരിക്കും നല്ലത്. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ചപ്പാത്തിയുടെ മാവ് എങ്ങനെ കുഴയ്ക്കുന്നോ അതേപോലെ ഒന്ന് കുഴച്ചെടുക്കാം. കുറച്ച് ലൂസായാലും കുഴപ്പമില്ല, ഭയങ്കര കട്ടിയായാലും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ആ ഒരു രീതിയിൽ ഈ മാവിനെ നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ നല്ലപോലെ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അതായത് ഇതിന് മുകളിൽ നമ്മുടെ മാവ് ഇരിക്കുന്നതിന് മുകളിൽ വരെ നിറയെ വെള്ളം ഒഴിച്ച് നമുക്കിത് വെക്കണം. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഇതിനെ ഒരു 6 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. എന്നാൽ മാത്രമേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മാവ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ എത്രത്തോളം നമ്മൾ ഈ മാവ് വെള്ളത്തിൽ വെക്കുന്നോ അത്രയും നല്ല സോഫ്റ്റായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഹൽവ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് ഒരു 6 മണിക്കൂർ വേണം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാനായിട്ട്. അപ്പോൾ 6 മണിക്കൂറിന് ശേഷം നമ്മളിത് തൊട്ട് നോക്കുമ്പോൾ അത് നല്ല സോഫ്റ്റായിട്ട് താഴ്ന്നു പോകുന്നുണ്ട്. അപ്പോൾ ഇനി നല്ലപോലെ നമുക്ക് കൈ കൊണ്ട് ഇതിനെ ഒന്ന് പിഴിഞ്ഞെടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഒരു മാവ് അത് വെച്ചിട്ടാണ് നമ്മൾ ഹൽവ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എത്രത്തോളം നമുക്കിത് പിഴിഞ്ഞെടുക്കാൻ പറ്റും അത്രത്തോളം നമ്മളിത് പിഴിഞ്ഞെടുക്കണം. ഇതൊക്കെ ആ മാവിൻ്റെ വേസ്റ്റാണ്, അപ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് ഒരു അരിപ്പ് വെച്ചിട്ട് അരിച്ചെടുക്കാം. അകലം കൂടിയ അരിപ്പാണെങ്കിൽ ഒരു 2 പ്രാവശ്യം അരിക്കണം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ അകലം തീരെ ഇല്ലാത്തത് കൊണ്ടാണ് ഒരൊറ്റ പ്രാവശ്യമേ ഞാൻ അരിച്ചിട്ടുള്ളൂ. ഇതുകൊണ്ട് അപ്പോൾ ഇതിപ്പോൾ നമ്മൾ അരിച്ചപ്പോഴത്തേക്കും അതിൻ്റെ ബാക്കി വന്ന വേസ്റ്റാണ്. അപ്പോൾ ഇതൊന്നും നമുക്കിനി ആവശ്യമില്ല. അപ്പോൾ നമുക്കിനി ബാക്കിയിരിക്കുന്നതും കൂടെ ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കാം. ഇനിയിപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് ഓവർനൈറ്റ് ഇതൊന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ മാവ് നല്ലപോലെ പുളിച്ചാൽ മാത്രമേ നമുക്ക് നല്ല കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേപോലത്തെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഹൽവ റെഡിയാക്കി എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഓവർനൈറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ രാവിലെയാണ് ഇത് എടുക്കുന്നത്. കണ്ടോ, ഇതിൻ്റെ മുകളിലൊക്കെ നല്ല പുളിച്ച് വന്നിട്ടുണ്ട് മാവ്. അപ്പോൾ ഇനി നമുക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതിൻ്റെ കട്ടിയായത്. മാവ് ഫുള്ളും നല്ല കട്ടിയായിട്ടുള്ളതെല്ലാം താഴെയും വെള്ളം മുകളിലും വന്ന് കിടപ്പുണ്ട്. അപ്പോൾ ഇനി ഇതിനെ നമുക്കൊന്ന് ഇതിന് മുകളിലുള്ള വെള്ളമൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് കോരി മാറ്റാം. അപ്പോൾ ഇതിൻ്റെ മുകളിലൊക്കെ ഉള്ള വെള്ളം ഇത്രയും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും എടുത്ത് മാറ്റി കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല, നമുക്ക് ഈ ഒരു മാവാണ് വേണ്ടത്. ഇനിയിപ്പോൾ ഇതിപ്പോൾ നല്ല കട്ടിയായിട്ടിരിക്കുന്നു. അപ്പോൾ ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ എപ്പോഴും ഈ ഹൽവ റെഡിയാക്കുന്ന സമയത്ത് നോൺ സ്റ്റിക്ക് പാത്രമായിരിക്കും കുറച്ചുകൂടെ നല്ലത്. നമുക്ക് ആ നോൺ സ്റ്റിക്ക് പാത്രത്തിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ സ്റ്റവ് ഓണാക്കിയിട്ടില്ല. ഇനി ഇതിലേക്ക് ഒരു 1.5 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. ആദ്യം 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഒരുമിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോഴത്തേക്കും നമുക്കിത് മിക്സ് ചെയ്ത് കിട്ടാൻ വലിയ പാടായിരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ 1.5 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഈ സമയത്ത് ഫ്ലെയിം ഓണാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നല്ലപോലെ ഒന്ന് കുറുക്കിയെടുക്കണം. മാവ് ഒഴിച്ചു കഴിഞ്ഞാൽ കൈയെടുക്കാതെ നല്ലപോലെ ഇതുപോലെ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കും. ഇപ്പോൾ ഏകദേശം ഒന്ന് കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് ഒരു 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനൊരു ആദ്യം 1/2 കപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം മധുരം എത്ര ഉണ്ടോ നോക്കിയിട്ടാണ് ഞാൻ വീണ്ടും 1/2 കപ്പ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒരുമിച്ച് ഇട്ട് കൊടുത്താൽ ഓവറായിട്ട് മധുരം വരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ വീണ്ടും ഞാൻ നേരത്തെ മധുരം നോക്കിയപ്പോൾ കുറവായിരുന്നു. അപ്പോൾ ഒരു 1/2 കപ്പും കൂടെ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ നമുക്ക് പഞ്ചസാരയൊക്കെ ഒന്ന് ഉരുകി വന്നതിന് ശേഷം നമ്മുടെ മാവ് കുറച്ചുകൂടെ ഒന്ന് കട്ടിയായി വരും. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഇനിയിപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിനി പഞ്ചസാര ഒന്ന് ഉരുക്കിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് ആദ്യം ഒരു കപ്പ് പഞ്ചസാര ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ പഞ്ചസാരയൊക്കെ നല്ല അലിഞ്ഞ് ഒരു ബ്രൗൺ കളറിൽ ആയി വരുന്നത് വരെ തന്നെ ഇത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഈ ഒരു സമയമായിട്ടൊന്ന് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് പൊങ്ങി വരുന്ന സമയത്ത് വേണം നമുക്ക് ഇത് മാവിലോട്ട് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ മാവിലോട്ട് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് കൈയെടുക്കാതെ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. പിന്നെ നമ്മളിത് ഇളക്കി കൊടുക്കുന്ന ആ ഒരു സമയത്ത് കുറച്ച് കട്ട പോലെയൊക്കെ തോന്നും. അപ്പോൾ അത് കുഴപ്പമില്ല, നമ്മളിത് ചെറിയൊരു തീയിലിട്ടിട്ടല്ലേ ഒന്ന് കുറുക്കിയെടുക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ആ ഒരു ചൂടിൽ നമ്മുടെ ഈ പഞ്ചസാര കട്ടിയായിട്ടിരിക്കുന്നതൊക്കെ ഒന്ന് അലിഞ്ഞു വന്നോളും. ഇപ്പോൾ ഏകദേശം കളറൊക്കെ ഒന്ന് മാറി നല്ല ഇച്ചിരി കൂടെ ഡാർക്ക് കളറായി വന്നിട്ടുണ്ട്.
ഇനിയിപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഒരു നെയ്യ് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ 2 ടേബിൾ സ്പൂണാണ് ആദ്യം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് പോരാ, നമുക്ക് കുറച്ചിട്ട് വേണം നെയ്യ് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പം വീണ്ടും ഇങ്ങനെ നമ്മൾ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് വീണ്ടും ഇതുപോലെ ഇങ്ങനെ നമ്മൾ മിക്സ് ചെയ്ത് എടുത്ത് ഒന്ന് കട്ടിയായി വരും തോറും വീണ്ടും നെയ്യ് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നെയ്യ് ഒഴിച്ച് കൊടുക്കും തോറും നെയ്യ് ഇതുപോലെ ഇങ്ങനെ നമുക്ക് തെളിഞ്ഞ് വരുന്ന ആ ഒരു സമയത്ത് നമ്മൾ വീണ്ടും നെയ്യ് ഒഴിച്ച് കൊടുക്കണം. ഇനിയിപ്പോൾ ഈ ഒരു സമയത്ത് കുറച്ച് അണ്ടിപ്പരിപ്പ്, അത് വറുക്കാത്തതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വറുത്തതായാലും കുഴപ്പമില്ല. ഇപ്പോൾ ഞാൻ വറുക്കാത്ത അണ്ടിപ്പരിപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഈ ഹൽവയുടെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നമ്മളെ ഈ പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് വരണം. അതാണ് കറക്റ്റ് നമ്മുടെ ഹൽവയുടെ കൺസിസ്റ്റൻസി. ഇതിപ്പോൾ ഏകദേശം ഹൽവയൊക്കെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. നമ്മുടെ പാത്രത്തിൽ നിന്നൊക്കെ ഒന്ന് വിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഒരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ആണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവും നമ്മുടെ പാത്രത്തിലൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ല. ഇളക്കും തോറും നമുക്ക് ഇതുപോലെ ഒന്ന് വിട്ടാണ് വരുന്നത്. അങ്ങനെ നമ്മുടെ തിരുനെൽവേലി ഹൽവ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇതിപ്പോൾ ഞാൻ ഹൽവ നല്ല തണുത്തതിന് ശേഷമാണ് ഒരു പ്ലേറ്റിലോട്ട് മാറ്റുന്നത് കേട്ടോ. അങ്ങനെ ഈ ഒരു ഹൽവ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരു 35 അല്ലെങ്കിൽ ഒരു 40 മിനിറ്റോളം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടും സോഫ്റ്റ് ആയിട്ടൊക്കെ ഉള്ളൊരു ഹൽവ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് എത്ര സമയം എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അത്രയും സമയമായിട്ട് നമ്മൾ പാടുപെട്ടുണ്ടാക്കി കഴിക്കുമ്പോഴത്തേക്കും അതൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇപ്പോൾ ഞാനിതുപോലെ കൈ കൊണ്ടൊന്ന് തൊട്ട് നോക്കിയിട്ട് പോലും കയ്യിൽ പോലും ഒന്ന് ഒട്ടിപ്പിടിച്ചിട്ടില്ല. അപ്പോൾ അത്രയ്ക്കും പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ തിരുനെൽവേലി ഹൽവ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ആ റൈറ്റ് സൈഡിൽ കാണുന്ന ഒരു ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. താങ്ക്